നമ്മളിവിടെ തന്നെ തിരുമുക്കിൽ മൊത്തം വെള്ളക്കെട്ടൊക്കെയാണ്, മീനൊക്കെ വളർത്താൻ പറ്റും. സർവീസ് റോഡ് പോലും നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവാതെ അടക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ തിരുമുക്കിലെ അവസ്ഥ. ഞാനിപ്പോൾ ഒരു ഓട്ടോയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോയിൽ കയറിയപ്പോഴത്തേക്ക് നമ്മുടെ തുലുക്കം കണ്ടോ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്തിക്കരയാണ്. ഇത്തിക്കര ആറിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ പോകുന്നത് പകൽക്കുറി ഷീമാട്ടിയിലേക്കാണ് പോകുന്നത്. ഷീമാട്ടിയല്ല, പകൽക്കുറിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന ഈരാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോൾ ഇന്ന് ചുമ്മാ ഫാമിലിയായിട്ടൊന്ന് കറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി കണ്ട കാഴ്ചകളാണിത്. നമ്മൾ ഇത്തിക്കര ആറും ഏതാണ്ട് അങ്ങോട്ട് ഒഴുകുന്ന ഒരു ചെറിയ ഏതാണ്ട് ഒരു തോട് കണക്കുള്ള സംഭവം. പക്ഷേ അടിപൊളിയാണ് കേട്ടോ, കുളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് ആരും വന്ന് ഇറങ്ങരുത്, ഇറങ്ങിയാൽ പണിയാണ്. പ്രത്യേകിച്ച് അറിയാമല്ലോ, ഇത്തിക്കര ആറ്റിലൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങരുത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഡേഞ്ചറുള്ള സ്ഥലമാണ്. ഇന്നാൾ ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരാൾ പശുവിനെ കുളിപ്പിക്കാനായിട്ട് വന്നു. പുള്ളിക്കാരനാണ് പറഞ്ഞു ഇവിടെ ഒരു 4-5 പേര് മരിച്ചെന്ന് ഈ ഞാനിപ്പോൾ ഈ കാണിച്ച സ്ഥലത്ത്. അപ്പം ഇതിൻ്റെ അടിയിൽ പാറയാണ്. അപ്പോൾ ആരും വന്ന് ഇവിടെ ഇറങ്ങാനൊന്നും നിൽക്കരുത്, ഡേഞ്ചർ സ്ഥലമാണ്. കാരണം വെച്ചാൽ കുളിക്കടവേ അല്ല ഇത്. ഇതിപ്പോഴല്ല, ഉണക്കത്തൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് കാണാം, ഇതിൻ്റെ അടിഭാഗമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മുമ്പ് ഇവിടെയാണ് ഈ കരടി വന്നിരുന്നത്. ഈ റബ്ബറിൻ്റെയൊക്കെ ഇടയ്ക്കാണ് കരടി വന്നത്. അപ്പോൾ നമ്മുടെ ഇത്തിക്കര ആറാണ് ഒഴുകുന്നത്. തൊട്ട് താഴേക്കട ഇത്തിക്കര ആറ്. ഇതൊരു ഒരു കനാല, തൊട്ടപ്പുറത്താണ് ഇത്തിക്കര ആറ്. അപ്പോൾ നമ്മൾ നേരെ ഷീമാട്ടിയിൽ നിന്ന് വരുന്നത് നമുക്ക് പകൽക്കുറുകി പോകണമെങ്കിൽ ഈ റൂട്ട് ഇറങ്ങി വരണം. അടിപൊളി റൂട്ടാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. ഒന്ന് പതുക്കെ ഇറങ്ങി വന്നാൽ മതി. അപ്പോൾ ഇവിടെ എല്ലാം എന്താണ്ട് ഇതുണ്ട്, നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണിത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷേ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ ആറ്റിലൊന്നും വന്ന് ആരും ഇറങ്ങാൻ നിൽക്കരുത്. കാരണം വെച്ചാൽ വെള്ളമൊക്കെ ഒരുപാട് കയറി കിടക്കുന്നത് കൊണ്ട് ഒരുപാട് മരണം സംഭവിച്ച സ്ഥലമാണ്. ഞാനിപ്പോൾ ഈ പോകുന്ന സ്ഥലത്ത് തന്നെ എവിടെയെങ്കിലും ആരും വന്ന് അങ്ങനെ ഇറങ്ങി കുളിക്കാനും നിൽക്കരുത്. ഉണക്കത്ത് നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും. ഉണക്കത്തെന്ന് വെച്ചാൽ ഇതൊരു പാറയാണ്, ഇതിൻ്റെ അടിയിൽ മൊത്തം പാറയാണ്. അപ്പോൾ ഈ പാറയുടെ അടിയിൽ നമുക്കിത് ഇവിടെ ഇറങ്ങാൻ പറ്റും. ഉണക്കത്ത് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും, അത്രയ്ക്കും താഴ്ചയാണ് ഇവിടെ. അപകടങ്ങൾ സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ പാറ ആയതുകൊണ്ട് ഒരുപാട് കുഴികളൊക്കെ ഉണ്ട്. ഈ കുഴികളിൽ ഇറങ്ങുമ്പോഴാണ് ആൾക്കാർ മരണപ്പെടുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്കും ആൾക്കാർക്ക് അറിയത്തില്ല, ഇത് അവരായിരിക്കുന്നത് താഴ്ചയില്ലെന്ന്. പക്ഷേ സംഭവം ഇതിനകത്ത് മൊത്തം പാറയാണ്. കുറച്ച് ലോങ്ങായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഒരു ചെറിയ മല കണക്ക്. അതേ കണക്ക് ഇതിൻ്റെ അടിയിലും പാറയാണ്. വെള്ളമാണെങ്കിൽ കണ്ട കലക്കായിട്ട് കിടക്കുക. അതാണ് ഇത്തിക്കര ആറ്. അപ്പോൾ നമ്മൾ ഇത്തിക്കര ആറിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്രയാണിന്ന്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക്
ഇവിടെ മൊത്തം ഈ റബ്ബറും കാടുകളും അതൊക്കെ തന്നെ, റബ്ബർ തോട്ടങ്ങളൊക്കെ തന്നെ ഇവിടെ മൊത്തം. ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. പാലത്തിൻ്റെ അടുത്താണെങ്കിൽ നല്ല അടിപൊളി ഭംഗി കേട്ടോ, നല്ല രസമുണ്ട്. നമ്മളിലെ വെള്ളച്ചാട്ടത്തില്ലാതെ പോയി നിൽക്കുന്ന കണക്കുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും സൗണ്ട് വെള്ളത്തിൻ്റെ. ഇല്ല, മലയിൽ നിന്ന് വെള്ളം വീഴുന്ന കണക്കുള്ള സൗണ്ടാണ്. അത്തിപ്പഴം കണക്ക് തോന്നുന്നത് കണ്ടിട്ടേട്ടാ. അത്തിപ്പഴം അല്ല, ഇത് വേറെ എന്തോട്ടെ സംഭവം. ഇത് അത്തിപ്പഴം അല്ല, ഇത് വേറെ എന്താണ്ടേ. ഇത് ഫുള്ള് ഇങ്ങനെ മണി കണക്ക് കിടക്കുകയാണ് ഈ മരത്തിൽ. നല്ല രസമുണ്ട് കാണാൻ. എവിടെ പോണു നിങ്ങൾ? പിടിച്ചോ അവിടുത്തെ ചാടിക്കളായി. അങ്ങനെ ഇവിടെയാണ് അന്ന് വന്ന് കരടി ഇരുന്ന സ്ഥലം. ഈ സ്ഥലത്ത് നിന്നാണ് കരടി ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോയത്. ഈ ഭാഗത്തു നിന്ന് മുകളിലോട്ട് മലയാണ് കേട്ടോ. ഒരു നല്ല ഹൈറ്റിൽ കിടക്കുക, നല്ല വലിയൊരു മലയായത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ മരം കണ്ടോ? ഇങ്ങനെ മുകളിലോട്ട് മലയാണ്. താഴെയെല്ലാം ഈ റബ്ബറും തോട്ടങ്ങൾ കൃഷിയാണ്. ഇതെല്ലാം ഈ റബ്ബറും തോട്ടങ്ങളും കുരുമുളകിൻ്റെ കൃഷികൾ കാര്യങ്ങളൊക്കെയാണ്. കുളിക്കാനൊക്കെ പറ്റുന്നത് ഇവിടെയൊക്കെ താഴ്ചയൊന്നുമില്ല. ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ പറ്റുന്നത് അടിപൊളി സ്ഥലം കേട്ടോ. അതാ കൊള്ളാവോ? സൂപ്പറാണോ? കുളിക്ക് ഇറക്കിയിടട്ടെ നിന്നെ? കുളിക്കാ ദാ അമീനൊക്കെ കുളിക്കണ്ടേ? നിനക്കെ കുളിക്കണോ? ഷേനാപ്പ തോർത്തൊന്നും എടുത്തില്ല മോനെ കുളിക്കാൻ. സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? റബ്ബർ പാലം അങ്ങനെ. ഇത് വെള്ളം കണക്ക് കിടക്കുകയാണ് സംഭവം. അതാ സ്ഥലം എങ്ങനെയുണ്ട്? നോക്കട്ടെ. സൂപ്പറാണോ? വെള്ളത്തിൽ എടുത്തിട്ടെ കുളിക്കാം. പാൻ്റെ ഉടുപ്പ് നനയോ? നനയായിട്ട് നമുക്ക് വേറെ ഉടുപ്പുണ്ട്. വേറെ ഉടുപ്പില്ലേ? നമുക്ക് ആ ഉടുപ്പ് എടുത്തിടാം. എന്താ പറയുന്നത്? അത് സൂപ്പറാ. എന്നാ അതിട്ടോ, വാ നമുക്ക് പോവാന്നാ. അപ്പോൾ നമ്മൾ താണ്ട കാട്ട് തെറ്റി സംഭവം ഇതിനകത്ത് നിൽക്കുക. അടിപൊളി കേട്ടോ. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 10 കിലോമീറ്റർ ആയില്ല, ഒരു 8 കിലോമീറ്റർ ഓടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വ്യത്യാസങ്ങൾ നോക്കാം. ഇതാണ് നമ്മുടെ കാട്ട് തെറ്റി. അപ്പോൾ ഇത് കണ്ടോ, സൂപ്പറല്ലേ? മുന്തിരിങ്ങാണ് കഴിക്കുന്നത്. ഇത് എന്തൊരു സംഭവം ഇത്? കമ്പോടെ വെച്ചട്ടെ, വേണോ അത്? അപ്പോൾ കാട്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാടൊന്നുമല്ല, ഇത് ഓരോരുത്തര അയ്യങ്ങളൊക്കെയാണ്. നമ്മൾ ചെയ്തതാണ് കണ്ടോ, സൂപ്പറല്ലേ? അവർ ഇതുകൊണ്ട് ഇതിൻ്റെ വേരിന് വേണ്ടി കിടന്ന് പിടിക്കുക. മിക്കവാറും ഈ മണലിടിഞ്ഞ് തീരുന്ന ലക്ഷണമെല്ലാം ഉണ്ട്. മതി വാ. അങ്ങനെ ചെടിയും മോട്ടിച്ചോണ്ട് പോവേ. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി എടുത്ത് അവിടെ നേരെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. തൊട്ട് മുമ്പിലൊരു മല കേട്ടോ, ഒരു വലിയ പാറമല.
അത് പാറമല റോഡിൻ്റെ ഇപ്പുറ സൈഡിലാവും. അപ്പോൾ നമുക്ക് ആ പാറമല കാണാൻ പറ്റുമോ, കാണുന്നുണ്ടോ എന്നറിയാൻ വയ്യ. പാറമല അവിടെ ഉണ്ട്, അതങ്ങ് താന്ന് അപ്പുറ സൈഡിലായി. അപ്പോൾ ആ സൈഡിൽ കൂടെയാണ് ഇത്തിക്കരാറ് അങ്ങനെ ഒഴുകുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. ഇവിടെയൊക്കെ ഈ കാട്ടുജന്തുക്കളൊക്കെ വന്നാലും അറിയത്തില്ല. പിന്നെ പന്നിയുണ്ട്, പിന്നെ നമ്മുടെ മുള്ളൻ പന്നിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കരടി വന്നത് ആദ്യമായിട്ടാണ്, അങ്ങനെ അന്ന് കരടി വന്നത്. നമ്മൾ ഇത്തിക്കര ആറിനോട് ചേർന്നുള്ള യാത്രയാണ്. ഇത്തിക്കര ആറിനോട് ചേർന്നാണ് റോഡ്. ഉണക്കത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടെയൊക്കെ കുളിക്കടവുണ്ട്. ഈ താഴോട്ടൊക്കെ ഇറങ്ങി പോകുന്നത് കുളിക്കടവാണ്. അവിടെ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് കുളിക്കാം. സ്റ്റെപ്പൊക്കെ കൊടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മഴയത്ത് നമ്മൾ ഗ്യാരണ്ടി ഇല്ല, കാരണം ആരും വന്ന് ഇറങ്ങാൻ നിൽക്കണ്ട. അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ, നല്ല സൂപ്പർ റോഡാണ്. നമ്മൾ പറവൂരിന് നേരെ ഈരാറ്റ് മൂതലയൊക്കെ പോകുന്ന റൂട്ടാണ്. അതായത് തിരുവനന്തപുരം ജില്ലയാണ് മൂതല എന്ന് പറയുന്ന സംഭവം. ഈരാറ്റ് എല്ലാം തിരുവനന്തപുരം ജില്ലയാണ്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലോട്ടാണ് പോകുന്നത്.